എമ്പുരാൻ എന്ന സിനിമയ്ക്ക് എന്താണ് സംഭവിച്ചത്? ചിലർ പറയുന്നു തനി വർഗീയവാദികൾ ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലടിച്ച് ഭാരതം ദുർബലമാകുന്നത്. ആ ഒരു ഉദ്ദേശത്തോടുകൂടി വിദേശ ഫണ്ടൊക്കെ കൂടെ കളക്ട് ചെയ്ത് ഉണ്ടാക്കിയൊരു പടമാണ് ചിലർ പറയുന്നു മോഹൻലാലിനെ സൈഡ് ലൈൻ ചെയ്തിട്ട് ആ ഒരു താരരാജാവ് എന്ന് പറയുന്ന പദവി തനിക്ക് കിട്ടാൻ വേണ്ടി പൃഥ്വിരാജ് ചെയ്ത ഒരു ഗൂഢാലോചനയാണ്. ഇനി വേറെ ആളുകൾ പറയുന്നത് അങ്ങനെ ഒന്നുമില്ല, ഇതിനകത്ത് ഇതൊരു സാധാരണ പടം അത്രേ ഉള്ളൂ. ആരും പറയുന്നില്ല ഒരു ഗ്രേറ്റ് ഫിലിമോ എപ്പിക്കോ ആണെന്ന്. അതൊരു സാധാരണ പടം അത്രേ ഉള്ളൂ. അതിനകത്ത് കുറേ സംഭവങ്ങൾ അങ്ങനെ വന്നു, അതുപോലെ പല പടങ്ങളും വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ വൈവിധ്യമാർന്ന അഭിപ്രായങ്ങളാണ് എമ്പുരാനെക്കുറിച്ച് പറയുന്നത്. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, മലയാള സിനിമയുടെ ചരിത്രം എഴുതുമ്പോൾ അതിൽ ഈ സിനിമയെ വിസ്മരിച്ചുകൊണ്ട് അത് എഴുതാൻ കഴിയില്ല. ഒരുപക്ഷെ ഇതോടുകൂടി സെൻസർ ബോർഡിൽ ഒരുപാട് നിയമങ്ങൾ പുതുതായിട്ട് വരുമായിരിക്കും. ഒരു കാര്യവും കമ്മ്യൂണൽ വയലൻസിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ നേരിട്ടോ പരോക്ഷമായോ ഒന്നും പാടില്ല എന്ന നിയമമൊക്കെ ഒരുപക്ഷെ ഇനി വരാൻ സാധ്യതയുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ ഈ എമ്പുരാനെ പറ്റിയ അബദ്ധം എന്താണ്? സിനിമയുടെ അടിസ്ഥാനം ആയിട്ടുള്ളൊരു പ്രശ്നമുണ്ട് സിനിമയ്ക്ക്. സിനിമ ഒരു വ്യക്തിക്ക് മാത്രം ചെയ്യാവുന്ന ഒരു കലയല്ല. നിങ്ങളൊരു പാട്ടുകാരനാണ്, നിങ്ങൾ പാട്ട് പാടിയാൽ മതി. നിങ്ങളൊരു ഫോട്ടോഗ്രാഫറാണ്, നിങ്ങൾ ഫോട്ടോ എടുത്താൽ മതി. നിങ്ങളൊരു ചിത്രകാരനാണ്, ചിത്രം എഴുതിയാൽ മതി. വേറെ ആളുടെ സഹായമൊന്നും അതിനകത്ത് വേണ്ട. ഒരു പക്ഷേ ഒരു ക്യാൻവാസും കുറച്ച് ചായവും ഒരു ബ്രഷും ഉണ്ടെങ്കിൽ ആർക്കും ചിത്രം വരയ്ക്കാം. നിങ്ങളൊരു നല്ല ചിത്രകാരനാണെങ്കിൽ നിങ്ങളുടെ പിക്ചറിനെ ഭയങ്കരമായിട്ട് നിങ്ങളുടെ കലാസൃഷ്ടിയെ ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യും. പക്ഷേ സിനിമ അങ്ങനെ അല്ല. സിനിമ ഒരു കളക്റ്റീവ് ആർട്ടാണ്. എന്ന് പറഞ്ഞാൽ വിവിധ ആളുകൾ വിവിധ തരത്തിലുള്ള സേവനം കൊടുക്കുന്നത് കൊണ്ടാണ് സിനിമ, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതുകൊണ്ടാണ് ഒരു സിനിമ ഉണ്ടാകും. ഒരിക്കലും പറയാൻ പറ്റില്ല ഇറ്റ്സ് എ ഡയറക്ടേഴ്സ് ഫിലിം അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഫിലിം. അത് വെറും വിഡ്ഢിതമാണ്. ഒരു ഡയറക്ടർ മാത്രം വിചാരിച്ചാൽ ഒരിക്കലും ഒരു നല്ല സിനിമ ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം അത്രയധികം ആസ്പെക്റ്റുകൾ സിനിമയ്ക്കുണ്ട്, ഡിഫറെൻ്റ് ആസ്പെക്റ്റ്. ക്യാമറ നന്നായില്ലെങ്കിൽ ആ പടം പോവും, തിരക്കഥ നന്നായില്ലെങ്കിൽ പടം പോവും, അഭിനയിച്ച ആളുകൾ നന്നായില്ലെങ്കിൽ പടം പോവും. എന്തിന്? മ്യൂസിക് ഡയറക്ടറിന് പോലും ഒരു പടത്തെ നശിപ്പിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ പാടുന്ന പാട്ടിലും മറ്റുള്ളവർക്ക് നിങ്ങൾ അങ്ങനെ നശിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ എഴുതുന്ന കവിത അത് നിങ്ങളുടെ മാത്രമാണ്, നിങ്ങളുടെ ആത്മാവിഷ്കാരമാണ്. പക്ഷേ സിനിമ ഒരിക്കലും ആത്മാവിഷ്കാരമല്ല, അതൊരു സമൂഹത്തിൻ്റെ ആത്മാവിഷ്കാരം. ഇപ്പോൾ എമ്പുരാൻ എന്ന പടത്തിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അത് മാർക്കറ്റ് ചെയ്യുമ്പോൾ ഈ ബേസിക് തിയറി അവർ മനസ്സിലാക്കിയില്ല. അതായത് സിനിമ എന്ന് പറയുന്നത് 100% ഒരു ആർട്ടല്ല, അതിൻ്റെ 60% എന്നൊരു വ്യവസായമാണ്, ഒരു ബിസിനസ്സാണ്. അപ്പോൾ ബിസിനസ് ചെയ്യുമ്പോൾ ഒരാൾക്ക് അതിനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റില്ല. ചിലർ പറയുന്നുണ്ടല്ലോ, അതൊരു സിനിമയെ കണ്ടാൽ പോരെ, വെറും വിഡ്ഢിത്തമാണോ പറയാം. എന്തുകൊണ്ടാണ്? അങ്ങനെ ഒന്നിനെക്കുറിച്ചും പറയാൻ കഴിയില്ല. നിങ്ങൾ അയൽവക്കത്തെ ഒരു സ്ത്രീയുടെ ചിത്രം വരയ്ക്കുന്നു, അതിന് നിങ്ങൾക്ക് അവകാശമുണ്ട്. ആ ചിത്രം വരച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാളിൽ വയ്ക്കാം, അല്ല വേണമെങ്കിൽ ബെഡ്റൂമിൽ വെച്ചോളൂ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ആ സ്ത്രീയുടെ നഗ്നചിത്രം വരയ്ക്കുന്നു, അതൊരു ക്രൈമാണ്. ആ നഗ്നചിത്രം നിങ്ങൾ റോഡിൽ കൊണ്ട് പ്രദർശിപ്പിക്കുന്നു, നിങ്ങളെ അകത്താക്കി കളയും, അല്ലേ? തീർച്ചയാണ്. അപ്പോൾ അതെന്താ? ആത്മാവിഷ്കാരമല്ലേ? അതിനെ വെറും ഒരു ചിത്രമായിട്ട് കണ്ടുകൂടെ എന്നൊക്കെ ചോദിച്ചാൽ ആ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല. ഒരു പെൺകുട്ടിയെ വേറെ ആൾ കയറി ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്നു, അത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറയുന്നു അതെന്താ? അയാളുടെ പ്രണയത്തിൻ്റെ ഒരു ആവിഷ്കാരമല്ലേ, അങ്ങനെ കണ്ടാൽ കൂടെ? അങ്ങനെ കണ്ടാൽ പറ്റുമോ? സിനിമ ഒരു മാസ് ആർട്ടാണ്. അത് ഒരാൾക്ക് വേണ്ടി ഒരു സിനിമ എടുക്കില്ല, ഒരാൾക്ക് മാത്രം കാണാനുള്ള സിനിമ എടുക്കാൻ പറ്റുമോ? നമ്മളൊരു ബിസിനസ് കൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണണം, അവർ കയറണം. അപ്പോൾ അവരെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ആ സിനിമയ്ക്കകത്തുണ്ടെങ്കിൽ അവർ പ്രതികരിക്കാൻ കാണികൾക്ക് തീർച്ചയായിട്ടും അവകാശമാണ്. ഇത് പ്രൊമോട്ട് ചെയ്യപ്പോൾ എനിക്കൊന്നും മലയാള സിനിമയിൽ ഇത്രയധികം ധൂം താമസം എന്നൊക്കെ പറയില്ല, അതുപോലെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല ഒന്നും ഒരു സിനിമ ഉണ്ടായിട്ടില്ല. അത്രയധികം ഭയങ്കര മിടുക്കന്മാരായിട്ടാണ് പ്രൊമോട്ട് ചെയ്തത്. പക്ഷേ എന്തുകൊണ്ടാണ് അവർ ഇത് മറന്നു? ഇതിനൊരു ഹെയ്റ്റ്രഡ് ക്യാമ്പയിൻ വന്നാൽ അതിനെ നേരിടാൻ ഒന്നും ആ സിനിമയ്ക്ക് തെല്ലായിരുന്നു എന്നതാണ്. ഒരു വശം മാത്രം ഭയങ്കരമായിട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ മറ്റൊരു വശത്തെ ആളുകൾ മുഴുവൻ എതിരാളികളാവും. അപ്പോൾ ബുദ്ധിയുള്ള ബിസിനസ്സുകാരെന്ത് ചെയ്യും? ആ രണ്ടും പ്രൊജക്റ്റ് ചെയ്യും. ആ തീവണ്ടി ഉണ്ടായ ആക്രമണം, അതിൻ്റെ ഉത്ഭവം, ഇതൊക്കെ കാണിച്ചിട്ട് അതിൻ്റെ തീവ്രത നിലനിർത്തിക്കൊണ്ടാണ് മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ ഉപദ്രവിക്കുന്നത് കാണിച്ചിരുന്നെങ്കിൽ ആർക്കും ഒരു പ്രയാസം ഉണ്ടാവില്ല. പക്ഷേ ഇതങ്ങനെയല്ല ചെയ്തത്. മാത്രമല്ല എല്ലാവരും മോഹൻലാലിൻ്റെ പടം എന്ന് പറഞ്ഞ് കാണാൻ പോകും, അല്ലേ? മോഹൻലാൽ ഇന്ത്യ കണ്ട വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ടേഴ്സാണ്.
മാത്രമല്ല ജനങ്ങളെ കയ്യിലെടുക്കാൻ പ്രത്യേക ഒരു കഴിവുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പടം കാണാൻ പോകുമ്പോൾ അതിനകത്ത് അദ്ദേഹത്തിന് പ്രാധാന്യമില്ല എന്ന് പറഞ്ഞാൽ ആനയില്ലാത്ത പൂരം പോലെയാണ്. അവിടെയും ഇവരുടെ ബിസിനസ് നാക്ക് എന്ന് പറയുന്നത് പരാജയപ്പെട്ടു. മഹാത്മാഗാന്ധി മാർക്കറ്റിങ്ങിൽ ഒരു തിയറി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ അതിൽ അദ്ദേഹം പറയുന്നത്, കസ്റ്റമർ ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ കസ്റ്റമർ ദാറ്റ് വി ലീവ്, നോട്ട് വൈസ് വേഴ്സ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ കസ്റ്റമർ ആരെന്നറിയണം. ഇവിടുത്തെ കസ്റ്റമർ പാൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാൽ മെയിൻലി മലയാളികളാണ്. ഒരു പക്ഷേ കേരളത്തിന് പുറത്തും തന്നെ നല്ല മാർക്കറ്റ് ഉണ്ടാവും. വാട്ട് ഓഫ് ദാറ്റ് ഈസ് ഇന്ത്യൻസ് ആണ് അല്ലേ ബേസിക്കലി. ആ ഇന്ത്യൻസിന് ഇഷ്ടമല്ലാത്തൊരു കാര്യം അതിനകത്ത് പ്രൊജക്റ്റ് ചെയ്താൽ തീർച്ചയാണ് ആ കസ്റ്റമർ നമ്മൾ തള്ളിക്കളയും. നമ്മുടെ ഏത് പ്രോഡക്റ്റും പ്രത്യേകിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു കാര്യം, അത് നിങ്ങളൊരു സോപ്പ് പൊടി ഉണ്ടാക്കി കൊടുക്കുന്നു, നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നു, ഗംഭീരമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നു വയ്ക്കാം, ഒരുപാട് സാഹസങ്ങളൊക്കെ നടത്തി അതിനെ മാർക്കറ്റ് ചെയ്യുന്നു. പക്ഷേ ആ സോപ്പ് പൊടിക്ക് സുഗന്ധമില്ലെങ്കിൽ, അതിനകത്തൊരു ദുർഗന്ധം ഉണ്ടെങ്കിൽ അത് ഒരിക്കലും മാർക്കറ്റ് വിജയിക്കാൻ പോകുന്നു. അപ്പം ഈ സിനിമയ്ക്ക് പറ്റിയത് ഒരിക്കലും അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊമോട്ടേഴ്സ്, ഇന്നത്തെ കാലത്ത് ഈ സിനിമ എന്ന് പറയുന്ന പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലാണ്. അവർ പറയുന്ന അനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രൊഡ്യൂസർക്കൊന്നും ഒന്നും ചെയ്യാനില്ല. അതിൽ ഉള്ള നടന്മാർക്ക് പോലും ഒരു 50% ഹോൾഡേ ഉള്ളൂ. ബാക്കിയെല്ലാം ഈ അഡ്വർടൈസ്മെൻറ്റ് ഏജൻസീസും പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലാണ്. എല്ലാം അവരുടെ തലവാചകം പോലും അങ്ങനെയാണ് അവർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു പക്ഷേ പ്രൊഡ്യൂസറോ റൈറ്ററോ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. ഇതിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. വല്ലാത്തൊരു ഹൈപ്പ് ഉണ്ടാക്കുമ്പോൾ അതിന് നല്ല കണ്ടൻറ്റ് വേണമല്ലോ. നല്ല കണ്ടൻറ്റ് അല്ലായിരുന്നു, പെട്ടെന്ന് എതിർപ്പുണ്ടാകാവുന്ന ഒരു കണ്ടൻറ്റാണ് ഇപ്പോഴത്തെ കാലത്ത്. പ്രത്യേകിച്ച് ഹിന്ദു സ്പിരിറ്റ് എന്ന് പറയുന്നത് വളരെ കൂടിയിരിക്കുന്ന കാലമാണ്. ആ കുംഭമേളയൊക്കെ കഴിഞ്ഞോടുകൂടി ഒരു പ്രൈഡ് ഹിന്ദുക്കൾക്കിടെ ഉണ്ടായി. മാത്രമല്ല ഇന്ന് ഭരിക്കുന്ന കക്ഷികളെ അധിക്ഷേപിച്ചുകൊണ്ടാണ് അതിൽ ഇട്ടിരിക്കുന്ന പേര് പോലും മോദി ഭായി എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് വജ്രംഗ് ബലിയെ ആക്ഷേപിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഒരു കഥാപാത്രത്തിന് അങ്ങനെയാണ് പേരുള്ളത്. ഏത് വിഡ്ഢിയുടെ ഉള്ളിലാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത്? ആരെങ്കിലും ഒരു മാർക്കറ്റിൽ ശരിക്കും പോകേണ്ട ഒരു പ്രോഡക്റ്റിൽ ഇങ്ങനെയൊക്കെ കാണിക്കുമോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സോപ്പ് പൊടിയിൽ ദുർഗന്ധമുള്ള ഒരു സംഭവം ഉണ്ടായാൽ ആളുകൾ എതിർക്കും. ആ എതിർപ്പ് തീർച്ചയായിട്ടും സിനിമ ബാധിക്കും. അത് ബാധിച്ചു. ഇനി അതിനെ എത്ര ഒതുക്കിയെടുത്തായാലും എനിക്ക് തോന്നുന്നില്ല അത് വലിയൊരു വിജയമാക്കി തീർക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചോദിക്കും, ആശയം എനിക്ക് എൻ്റെ ഉള്ളിലുണ്ട്, അതെനിക്ക് പ്രകടിപ്പിച്ചൂടെ? ചെയ്യാം. അതൊരു പ്രൈവറ്റ് ആർട്ടാണെങ്കിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ബെഡ്റൂമിൽ നിങ്ങൾക്കൊരു ചിത്രം വരച്ച് വയ്ക്കുക, ആരും ചോദിക്കില്ല. പക്ഷേ അത് നിരത്തിൽ കൊണ്ടുവന്ന പ്രശ്നമാവും. കാര്യം അതിനെ ശക്തമായിട്ട് എതിർക്കുന്ന ആളുകൾ നിരത്തിലുണ്ടാവും. അപ്പോൾ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന്, ഇപ്പോൾ ഈ സിനിമാക്കാർ കോടിക്കണക്കിന് പറയുന്ന പലപ്പോഴും വെറും നുണയാണെന്നാണ് സിനിമാക്കാർ തന്നെ പറയും. ഇത്ര കോടി സൃഷ്ടിച്ചുണ്ടാക്കിയ ഇതാണ്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മകൾക്ക് ഞാൻ ഇത്ര കോടി സ്ത്രീധനം കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഒരു നുണയാണത്. മുഴുവൻ ശരിയല്ല. അത് ഇവിടെ ഇത്ര കോടി ചിലവാക്കിയെന്ന് പറയപ്പെടുന്ന ഒരു പടത്തിനകത്ത് ഒന്നുമില്ല എന്ന് വരുമ്പോൾ ജനങ്ങൾക്ക് ദേഷ്യം വരും. രണ്ടാമത് അതിനകത്ത് ജനങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു വിഭാഗത്തിന് ഇഷ്ടമല്ല, മറ്റൊരു വിഭാഗത്തിന് ശരിക്കും ഇഷ്ടമാണ്. അങ്ങനെയൊന്ന് ചെയ്യുമ്പോൾ ഈ എൻ്റെ ആത്മാവിഷ്കാരമാണ് സിനിമ എന്നൊക്കെ പറയുന്നത് ഇനി നടപ്പുള്ള കാര്യമല്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സിനിമ ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് കാണാം, അത് ശരി. പക്ഷേ അത് സെൻസർ ബോർഡ് പോയിട്ട് ജനങ്ങൾക്കിടയിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ മാർക്കറ്റിംഗ് സെൻസ് വർക്ക് ചെയ്യണമായിരുന്നു. അത് ഇവിടെ ചെയ്തില്ല. സത്യത്തിൽ എമ്പുരാൻ ഒരു ക്ലാസിക് ഹിറ്റല്ല. അതിനകത്ത് ഉപയോഗിക്കാവുന്ന ആളുകളെയൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഒരു വ്യക്തിയുടെ വ്യക്തിത്വ പ്രകടനം മാത്രമാണ്. പിന്നെ അതിനൊക്കെ അപ്പുറം തീവ്രവും രസകരവുമായ ചിത്രമല്ല. വയലൻസ് ഇഷ്ടം പോലെ അതിനകത്തുണ്ട്. ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ വയലൻസിനെതിരെ ശക്തമായൊരു എതിർപ്പ് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ലഹരിയിലൊക്കെ കുട്ടികൾ കാണിക്കുന്ന ആ ഒരു വയലൻസിനെതിരെ വീട്ടുകാർക്കെല്ലാം ജനങ്ങൾക്കെല്ലാം തന്നെ ശക്തമായ എതിർപ്പുണ്ട്. ആ സമയത്ത് ഇങ്ങനൊരു സാധനം നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും പരാജയത്തിലേക്ക് പോകും. ഒരുപക്ഷെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാകാൻ എമ്പുരാൻ കഴിയുമായിരിക്കും. പക്ഷേ ഒരു കാര്യം തീർച്ചയാണ്, ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ഇനി ബിസിനസ് രംഗത്ത് നിലനിൽക്കുകയില്ല.